ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിൻ്റെ പാർട്ട് ബി ക്വസ്റ്റ്യൻസ് 14 മാർക്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതുപോലെ അതിൻ്റെ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, അങ്ങനെയുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. ആ വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസാണ് കിട്ടിയത്. ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു ഇതിൻ്റെ പാർട്ട് എ ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. സോ ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗിൻ്റെ പാർട്ട് എ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എക്സാം ടൈമിങ്ങിനെ കുറിച്ച് ഞാൻ എൻ്റെ മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കുക. നമുക്കറിയാം നോർമലി 3 hour എക്സാമാണ് നമുക്കിതിന് വരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കോവിഡ് കണ്ടീഷൻ കാരണം റെഗുലർ എക്സാംസുകൾ 2.25 മണിക്കൂറാണ് നമുക്കവിടെ തരുന്നത്. സോ 2.25 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നിയർലി നമുക്ക് 135 minutes ആണ് നമുക്ക് ഈ എക്സാം എഴുതാൻ കിട്ടുക. പാർട്ട് എക്ക് വേണ്ടി നമ്മളൊരു ഹാഫ് ആൻ അവറാണ് സ്പെൻഡ് ചെയ്യേണ്ടത്. സോ നിയർലി ഒരു 35 minutes നമുക്ക് അതിന് വേണ്ടി നോക്കാം. സോ നമുക്ക് പാർട്ട് എയിൽ ബേസിക്കലി 10 questions ആണ് ഉണ്ടാവുക, 3 മാർക്സിൻ്റെ. അങ്ങനെ നമുക്ക് ടോട്ടൽ 30 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ് നമുക്ക് വരിക. ഈ 30 മാർക്സിനും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. എക്സാം കണ്ടീഷൻ വെച്ചിട്ട് പലരും 70 മാർക്സിനാണ് അറ്റൻഡ് ചെയ്യുക. പക്ഷേ നിങ്ങൾ കഴിയുന്നത്ര മാക്സിമം മാർക്കിന് അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ. സോ 10 questions എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5 modules ആണ് വരുന്നത്. ഓരോ മൊഡ്യൂളിൽ നിന്നും 2 questions വെച്ചിട്ട് ടോട്ടൽ നമുക്ക് 10 questions ആണ് നമുക്കിവിടെ കിട്ടുക. ഈ 10 questionന് 3 marks വെച്ചിട്ടാണ് നമുക്ക് ടോട്ടൽ 30 മാർക്സിനുള്ള കിട്ടുന്നത്. സോ ഇങ്ങനെ 30 മാർക്സ് ക്വസ്റ്റ്യൻ നമ്മൾ 10 questions അറ്റൻഡ് ചെയ്യണമെങ്കിൽ റഫ്ലി ഒരു 3 minutes ആണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന ടൈം. സോ 3 minutes കൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പലപ്പോഴും കാണുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസ് 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യന് ചിലപ്പോൾ 3-4 ഷീറ്റുകളൊക്കെ എഴുതുന്ന കാണാം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ മാക്സിമം പോയാൽ 3 minutes കൂടുതൽ ഒരു ക്വസ്റ്റ്യൻ്റെ മുകളിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യരുത്. കാരണം നിങ്ങൾ എത്ര എഴുതി കഴിഞ്ഞാലും മാക്സിമം മാർക്ക് നിങ്ങൾക്ക് 3 ആയിരിക്കും അവിടെ കിട്ടുക. അതുകൊണ്ട് തന്നെ ടു ദ പോയിൻ്റ് ആയിട്ട് വളരെ കുറച്ച് പോയിൻറ്റ്സുകളും വളരെ കുറച്ച് എക്സ്പ്ലനേഷനും മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആവശ്യമുള്ളൂ. കാരണം 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് കിടക്കാം. ഫസ്റ്റ് മൊഡ്യൂളിൽ മെയിനായിട്ട് ഡിസൈൻ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ പാർട്ട് ബി ക്വസ്റ്റ്യൻസുകൾ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പാർട്ട് എയിൽ മൊഡ്യൂൾ 1 ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്കറിയാം മൊഡ്യൂൾ 1 ബേസിക്കലി കസ്റ്റമർ റിക്വയർമെൻറ്റ്സിനെ കുറിച്ചിട്ടും അതുപോലെ ഡിസൈൻ ഒബ്ജക്റ്റീവ്സ്, കൺസ്ട്രെയിൻസുകൾ എന്താണ്, അതുപോലെ തന്നെ ഫങ്ഷൻസ് എന്താണ്, ദെൻ ജനറേറ്റിംഗ് ഡിസൈൻ ഓൾട്ടർനേറ്റീവ് ആൻഡ് ചൂസിങ് ദ ഡിസൈൻ, ഇതൊക്കെയാണ് നമുക്ക് അതിനകത്ത് വരുന്ന മെയിൻ ടോപ്പിക്സുകൾ എന്ന് പറയുന്നത്. സോ കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണിത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ കാണാം, റൈറ്റ് അബൌട്ട് ദ ബേസിക് ഡിസൈൻ പ്രോസസ്സ്. ഒരു ഡിസൈൻ പ്രോസസ്സിൻ്റെ ബേസിക് സ്റ്റെപ്സുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിതിന് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതൊക്കെയാണ് നമുക്കൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻലി നോക്കേണ്ടത്. ഫസ്റ്റ് ആ സിറ്റുവേഷൻ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഡിസൈനർ നമുക്ക് തന്നിട്ടുള്ള എന്താണ് അതിനെക്കുറിച്ച് നന്നായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ്, ആ സിറ്റുവേഷൻ അനലൈസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് ചൂസ് ചെയ്യുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ആ പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് വേണ്ട ഒബ്ജക്റ്റീവ്സുകൾ എന്തൊക്കെയാണ് അത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് സ്റ്റെപ്പ്. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റീവ്സുകളിനൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് കിട്ടും. സോ പല തരത്തിലുള്ള സൊല്യൂഷൻസ് ഉണ്ടാവും. അതിൽ നിന്ന് ബെറ്റർ സൊല്യൂഷൻ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. ആ സൊല്യൂഷൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുക, ആ പ്രോട്ടോടൈപ്പ് ദെൻ ടെസ്റ്റ് ചെയ്യുക, ആൻഡ് ഫൈനലി ഇതിൻ്റെയൊക്കെ റിപ്പോർട്ട് ഉണ്ടാക്കുക. ഇത്രയും സ്റ്റെപ്പുകളാണ് നമ്മളൊരു സാധനം ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. സോ ഈ 7 പോയിൻറ്റുകൾ എഴുതുക എന്നുള്ളതാണ് ആ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് വേണ്ടത്. ഓരോ പോയിൻറ്റിനും 1-2 സെൻറ്റൻസിൽ കൂടാതെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്സ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കിട്ടും. അതിൽ കൂടുതലായിട്ട് നിങ്ങൾ എഴുതുക വേണ്ട. ഓൺലി തിങ് ജസ്റ്റ് ഈ പോയിൻറ്റ്സുകൾ എഴുതുക. ആ പോയിൻറ്റ്സുകൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. ഒരു സിംഗിൾ പേജിനകത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന അത്രയും സാധനങ്ങൾ മാത്രം
മതി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിസ്ക്രൈബ് ഹൗ ടു ഫൈനലൈസ് ദ ഡിസൈൻ ഒബ്ജക്റ്റീവ്. നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യനകത്തുള്ളത് തന്നെയാണ്. നമ്മൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നമുക്ക് തേർഡ് സ്റ്റെപ്പായിട്ടാണ് വരുന്നത്. അതായത് ആദ്യം നമ്മൾ ആ സിറ്റുവേഷനെ അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഡിഫറെൻറ്റ് പ്രോബ്ലംസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നു. ആ പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ ഒബ്ജക്റ്റീവ്സ്, അതായത് നമ്മളുടെ ഡിസൈനിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ്സ്. സോ ഈ ഒരു പ്രൊസീജിയർ ജസ്റ്റ് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. സോ ഒബ്ജക്റ്റീവ്സിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. ഒരു 1-2 പാരഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ കൺസ്ട്രെയിൻ അഫക്റ്റ് ദ ഡിസൈൻ പ്രോസസ്സ് എന്നുള്ളതാണ്. കൺസ്ട്രെയിൻസ് എന്താണെന്നുള്ളത് നമുക്കറിയാം. നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ലിമിറ്റേഷൻസുകളെയാണ്. സപ്പോസ് ചിലപ്പോൾ ക്ലയൻറ്റ്സ് നമ്മളോട് എന്തെങ്കിലും ലിമിറ്റേഷൻസുകളോ എന്തെങ്കിലും കൺസ്ട്രെയിൻസുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കൺസ്ട്രെയിൻസിൻ്റെ ഉള്ളിൽ നിന്ന് വേണം നമ്മളെപ്പോഴും ഡിസൈൻ ചെയ്യാനുള്ളത്. സോ അതിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സപ്പോസ് നമ്മളോട് ക്ലയൻറ്റ് പറയുകയാണ് ഒരു ബിൽഡിങ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ആ ബിൽഡിങ്ങിനുള്ള ഒരു 1000 സ്ക്വയർ ഫീറ്റിനകത്ത് മാത്രമേ നമുക്ക് ആ ബിൽഡിംഗ് ഉണ്ടാക്കാൻ പാടുള്ളൂ, 1000 സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലേക്ക് പോകാൻ പാടില്ല എന്ന് നമ്മളോട് ക്ലയൻറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു കൺസ്ട്രെയിൻ്റെ ഉള്ളിൽ നിന്ന് വേണം നമ്മളുടെ എല്ലാ ഡിസൈനുകളും വരാൻ. സോ അതാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. സോ ഒന്നുകിൽ നിങ്ങൾക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ കൺസ്ട്രെയിൻ നമ്മൾ വരുന്നത് കാരണം നമ്മളുടെ ഡിസൈനിനകത്ത് എന്തൊക്കെ ചേഞ്ചസ് വരും എന്നുള്ളത്, നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്കവിടെ കിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ആൻസറാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഹൗ ടു ഐഡൻറ്റിഫൈ ദ ബെസ്റ്റ് പോസിബിൾ ഡിസൈൻ ഫ്രം ഡിസൈൻ ഓൾട്ടർനേറ്റീവ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റീവ്സിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് പല തരത്തിലുള്ള സൊല്യൂഷൻസ് ഉണ്ടാവും. പക്ഷേ നമ്മളൊരു ബെസ്റ്റ് സൊല്യൂഷൻ ചൂസ് ചെയ്യുകയാണ് വേണ്ടത്. ആ ഒരു സൊല്യൂഷൻ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ ചിലപ്പോൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അതായത് ചിലപ്പോൾ നമ്മൾ കോസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടി വരും, ചിലപ്പം എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കൺസിഡർ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യേണ്ടി വരും. പിന്നെ ക്ലയൻസിന് വേണ്ട രീതിയിലുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. സോ ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് ഉണ്ടെങ്കിലും ഈ ക്രൈറ്റീരിയകളെല്ലാം മീറ്റ് ചെയ്യുന്ന ഒരു ഡിസൈൻ ആയിരിക്കും നമ്മൾ ഫൈനൽ ഡിസൈനായിട്ട് നമ്മൾ ചൂസ് ചെയ്യുക. സോ ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് എത്തിച്ചേരുന്നത്. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ആൾട്ടർനേറ്റീവ്സിനകത്ത് നിന്ന് നമുക്ക് വേണ്ട ഡിസൈനിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മെയിൻ റോൾസ് ഇൻ ഡിസൈൻ പ്രോസസ് ആണ്. മെയിൻലി നമുക്ക് 3 റോളുകളാണ് വരുന്നത്. ഒന്ന് ക്ലയൻറ്റ്, സെക്കൻഡ് വൺ ഡിസൈനർ, തേർഡ് വൺ യൂസർ. ഈ 3 റോളുകളാണ് നമുക്ക് ഇതിൽ വരുന്നത്. ചില ടൈമിൽ ക്ലയൻറ്റും യൂസേഴ്സും ഒന്നായിരിക്കാനുള്ള ചാൻസും ഉണ്ട്. പക്ഷേ ബേസിക്കലി ക്ലയൻറ്റാണ് നമുക്കൊരു ഡിസൈനറിനൊരു വർക്ക് കൊടുക്കുന്നത്. ഈ ഡിസൈനർ ഡിസൈൻ ചെയ്തിട്ടുള്ള സാധനം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് യൂസേഴ്സ് എന്ന് പറയുന്നത്. സോ ഇതാണ് 3 മെയിൻ റോളുകൾ നമുക്ക് ഡിസൈനിങ് പ്രോസസ്സിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ ഡിസൈനേഴ്സ് ഫസ്റ്റ് ടാസ്ക് ആൻഡ് വൈ. ഒരു ഡിസൈനറിൻ്റെ ഫസ്റ്റ് ടാസ്ക് എന്താണെന്നുള്ളതാണ് നമ്മളവിടെ ചോദിച്ചിട്ടുള്ളത്. ഒരു ഡിസൈനറിൻ്റെ ഫസ്റ്റ് ടാസ്ക് എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്താണ്? ആ പ്രോബ്ലത്തിനെ കുറിച്ച് പഠിക്കുക, നന്നായിട്ട് റിസർച്ച് ചെയ്യുക. ഡിഫറെൻറ്റ് ക്വസ്റ്റ്യനെയറിലൂടെയും ത്രൂ റിസർച്ചിലൂടെയും അല്ലെങ്കിൽ മറ്റുള്ളവരോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ള ആളെടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അങ്ങനെയുള്ള പല രീതിയിലും ആ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഒരു ഡിസൈനർ ചെയ്യേണ്ട ഫസ്റ്റ് ടാസ്ക്. സോ അത് ജസ്റ്റ് ഒരു 1-2 പാരഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനും അവിടെ കംപ്ലീറ്റ് ആയി. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് മൊഡ്യൂൾ 1 ചോദിക്കാൻ ചാൻസ് ഉള്ള ചില ക്വസ്റ്റ്യൻസുകൾ. ഇനി നമ്മൾ മൊഡ്യൂൾ 2 വരികയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഡിസൈൻ തിങ്കിങ് എന്നുള്ളതാണ് മൊഡ്യൂൾ 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഡെഫിനറ്റ്ലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസൈൻ തിങ്കിങ് ഉണ്ട്. നമ്മൾ ഡൈവേർജൻ ആൻഡ് കൺവേർജൻ തിങ്കിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പുള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഡിസൈൻ തിങ്കിങ് പ്രോസസ്സിൽ വരുന്ന ഡിഫറെൻറ്റ് സ്റ്റെപ്പുകൾ. സോ ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ചില സാമ്പിൾ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് നോക്കാം. ഒന്ന്, സ്റ്റേറ്റ് ദ റോൾ ഓഫ് ഡൈവേർജൻ ആൻഡ് കൺവേർജൻ ക്വസ്റ്റ്യനിങ് ഇൻ ഡിസൈൻ തിങ്കിങ് ആണ്. സോ ഡൈവേർജൻ തിങ്കിങ് എന്താണെന്നും
കൺവേർജൻറ്റ് തിങ്കിങ് എന്താണെന്നുള്ളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് പ്രീവിയസ് വീഡിയോ. ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഐഡിയാസ് വെച്ചിട്ട് ഡൈവേർജ് ചെയ്ത് പോകുന്ന ടൈപ്പ് ഓഫ് തിങ്കിങ് ആണ് ഡൈവേർജൻറ്റ് തിങ്കിങ്. കൺവേർജൻറ്റ് തിങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഐഡിയ അല്ല അവിടെ വരുന്നത്, അവിടെ ഫാക്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് പെട്ടെന്നൊരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി ഡിഫറെൻറ്റ് ഫാക്ട്സുകളിലൂടെ നമ്മൾ ആ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുന്ന മെത്തേഡാണ് കൺവേർജൻ എന്ന് പറയുന്നത്. സോ ഇതിനൊക്കെ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ്, നമ്മൾ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസുകളിലൂടെയാണ് നമ്മൾ ഈ ഡൈവേർജൻറ്റ് തിങ്കിങ് അല്ലെങ്കിൽ കൺവേർജൻറ്റ് തിങ്കിങ് വരിക. നമ്മളൊരു ഗ്രൂപ്പായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഓരോ ഗ്രൂപ്പ് മെമ്പേഴ്സും ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് ആ ക്വസ്റ്റ്യൻസിനെ സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ തിങ്കിങ് അപ്രോച്ചിലേക്ക് വരുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്തിട്ട് അതിൻ്റെ ഡൈവേർജൻറ്റ് ആൻഡ് കൺവേർജൻറ്റ് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് എഴുതി ആൻസർ ചെയ്യാം. അതായത് ഇതിനു മുമ്പ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത് ഒരു കോളേജ് സ്റ്റുഡൻസിന് വേണ്ട ബാങ്കിൻ്റെ ഡൈവേർജൻറ്റ് ആൻഡ് കൺവേർജൻറ്റ് തിങ്കിങ് പ്രോസസ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഓരോ ഡൈവേർജൻറ്റ് ആൻഡ് കൺവേർജൻറ്റ് ക്വസ്റ്റ്യനിങ്സുകളും നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിളിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള, ഡൈവേർജൻ്റ് ആണെങ്കിൽ ഡിഫറെൻറ്റ് ഐഡിയാസ് ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യനിൽ വരിക, കൺവേർജൻ്റ് ആണെങ്കിൽ ടു ദ പോയിൻ്റ് നമുക്ക് ആവശ്യമുള്ള മിനിമം കാര്യങ്ങളായിരിക്കും നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനേഴ്സിൽ വരിക. സോ അതുപോലെ ഈ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസുകൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാം. അല്ലെങ്കിൽ എന്താണ് ഡൈവേർജൻറ്റ് ക്വസ്റ്റ്യനിങ്, എന്താണ് കൺവേർജൻറ്റ് ക്വസ്റ്റ്യനിങ് എന്നുള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് എഴുതി ഒരു മിനിമം ഒരു 2 or 3 പാരഗ്രാഫിനകത്ത് എഴുതി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ആയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ടു പെർഫോം ഡിസൈൻ തിങ്കിങ് ഇൻ എ ടീം മാനേജിങ് ദ കോൺഫ്ലിക്ട്സ്. അതായത് ഡിസൈൻ തിങ്കിങ് ഒരു ടീമായിട്ട് ചെയ്യുക. എപ്പോഴും ഡിസൈൻ തിങ്കിങ് ബെറ്റർ ഒരു ടീമായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സോ ഒരു ടീമായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദിക്കുന്നത്. സോ നമുക്കൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ ടീം മെമ്പേഴ്സിനും ഡിഫറെൻറ്റ് ഐഡിയാസ് ഉണ്ടാവും. സോ ഡിഫറെൻറ്റ് ഐഡിയാസ് നമുക്ക് സോൾവ് ചെയ്യാനുള്ള സമയത്ത് പലരും പല രീതിയിൽ തിങ്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല ഫീഡ്ബാക്സുകൾ നമുക്ക് കിട്ടും, കൂടുതൽ നോളജ് നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ടീമായിട്ട് നമ്മൾ ഡിസൈൻ തിങ്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബെറ്റർ ചാൻസ് ഓഫ് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ അവൈലബിൾ ആണെന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. പലർക്കും പല ഇൻഫർമേഷൻസ് ഉണ്ടാവും. എനിക്കറിയാത്ത പല കാര്യങ്ങളും മറ്റു മെമ്പേഴ്സിന് അറിയായിരിക്കും, അവർക്കറിയാത്ത പല കാര്യങ്ങൾ എനിക്കറിയായിരിക്കും. സോ ത്രൂ ഡിസ്കഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ആ ഒരു കാര്യമായിരിക്കണം ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്. അത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ടേം പ്രോട്ടോടൈപ്പ് ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇറ്റ്. പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് ഫൈനൽ ഡിസൈനിന് മുമ്പായിട്ട് നമ്മൾ ടെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമ്മളുടെ ഡിസൈൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഫീഡ്ബാക്സ് എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ കറക്ഷൻസുകൾ ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മേക്ക് ചെയ്യുന്നതാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. സോ അതാണ് പ്രോട്ടോടൈപ്പ്. സോ പ്രോട്ടോടൈപ്പ് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നമുക്ക് ഇതുപോലെ ഫീഡ്ബാക്സുകൾ ഉണ്ടാക്കാം, പിന്നെ നമുക്ക് ഒരുപാട് കുറയ്ക്കാം. നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ലോസ് ഉണ്ടാവും. സോ ആ ലോസൊക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് ഉപയോഗമുള്ള കാര്യങ്ങളാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. പിന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഡിസൈൻ തിങ്കിങ്. ആ ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. എംപത്തൈസ്, ഐഡിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് 5 സ്റ്റേജസിനെ കുറിച്ചിട്ടുള്ള ആ ജസ്റ്റ് ഓരോ 5 സ്റ്റേജുകൾ എഴുതുക. ഓരോ സ്റ്റേജിലും എന്തൊക്കെയാണ് ചെയ്യുന്നുള്ളത് വളരെ ബ്രീഫായിട്ട് ഒരു സിംഗിൾ പേജിനകത്ത് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇതൊക്കെയാണ് നമുക്ക് മൊഡ്യൂൾ 2 ചോദിക്കാൻ ചാൻസ് ഉള്ള സാമ്പിൾ ക്വസ്റ്റ്യൻസുകൾ. ഇനി നമ്മൾ മൊഡ്യൂൾ 3 വരികയാണ്. മൊഡ്യൂൾ 3 നമ്മൾ പറഞ്ഞ പോലെ ഡിസൈൻ കമ്മ്യൂണിക്കേഷനാണ് മെയിൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ബേസിക്കലി 3 ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് വരുന്നത്: ഗ്രാഫിക്കൽ കമ്മ്യൂണിക്കേഷൻ, ഓറൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. സോ നമ്മളുടെ ഡിസൈനിനെ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ നോക്കുന്നത്. പിന്നെ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്ന് പറയുന്നത്, ദെൻ പ്രോട്ടോടൈപ്പിംഗ്. ഇത്രയും ടോപ്പിക്സാണ് നമ്മൾ മൊഡ്യൂൾ 3 സോ മൊഡ്യൂൾ 3 ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഷോ ഹൗ എഞ്ചിനീയറിംഗ് സ്കെച്ചസ് ആൻഡ് ഡ്രോയിങ് കൺവേസ് ഡിസൈൻ.
അത് ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. സ്കെച്ചസുകളും അല്ലെങ്കിൽ ഡ്രോയിങ്ങുകളും എങ്ങനെയൊക്കെ നമുക്ക് ഡിസൈനിന് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ഒരു ഗ്രാഫിക്കലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്കെച്ചിനകത്ത് ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, സ്കെച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു 3D സ്കെച്ച് ആണെങ്കിൽ ആ സ്കെച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ സ്കെച്ചിനകത്ത് ഉണ്ടായിരിക്കുന്ന ഡീറ്റെയിൽസുകൾ, അതിൻ്റെ ഒരു ഐഡിയ, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ബേസിക് ഐഡിയ നമുക്കൊരു സ്കെച്ചിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ മെഷർമെൻറ്റ്സ്, സ്കെയില്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്കെച്ച് ത്രൂ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും എന്നുള്ള പോയിൻറ്റ്സുകളൊക്കെ ആയിരിക്കണം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ പറയേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് CAD മോഡൽസ് എന്ന്. CAD മോഡൽ എന്താണ്? കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ മോഡൽസ് ആണ്. കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ മോഡൽസുകൾ ഡ്രോ ചെയ്യുന്ന മെത്തേഡാണ് CAD മോഡൽസ്. നമ്മൾ ഈ AutoCAD എന്നൊക്കെ പറയുന്നത് പോലെ സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഡിസൈനിൻ്റെ ഒരു 3D മോഡൽ ഉണ്ടാക്കുകയാണ് നമ്മളവിടെ ചെയ്യുന്നത്. സോ ആ ഒരു 3D മോഡലിൽ നിന്ന് നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് എങ്ങനെ ഇരിക്കും, അതിൻ്റെ ഒരു വർക്കിംഗ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് CAD മോഡൽസിലൂടെ അറിയാൻ പറ്റും. അതാണ് CAD മോഡൽസിൻ്റെ ഇമ്പോർട്ടൻസ്. സോ ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഡയഗ്രാം വരയ്ക്കാൻ പറ്റുമെങ്കിൽ, 1-2 എക്സാമ്പിൾ വെച്ചിട്ട് ഡയഗ്രാമായിട്ട് വരയ്ക്കാൻ പറ്റുമെങ്കിൽ, സോ ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് CAD മോഡൽസിൻ്റെ ഇമ്പോർട്ടൻസ് പറയാം. 1-2 എക്സാമ്പിൾ AutoCAD പോലെയുള്ള എക്സാമ്പിൾസുകളൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്രോ ആൻ എക്സാമ്പിൾ ഓഫ് അസംബ്ലി ഡ്രോയിങ് ആണ്. ഒരു ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ അതിൻ്റെ ഒരു അസംബ്ലി ഡ്രോയിങ്ങിൻ്റെ ഒരു ഡയഗ്രാം ഒക്കെ ഉണ്ട്. അതുപോലെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ഒരു സാധാരണ ഒരു പ്രൊഡക്റ്റ് മതി, ഒരു സിമ്പിൾ ഒരു കസേരയോ അല്ലെങ്കിൽ ഒരു ഫാനോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സിമ്പിൾ പ്രൊഡക്റ്റിൻ്റെ ഒരു ഡ്രോയിങ് വരച്ചിട്ട് സെപ്പറേറ്റ് മൊഡ്യൂളായിട്ട് വെച്ചിട്ട് ഈ മൊഡ്യൂളിൻ്റെ പൊസിഷൻ ഇവിടെയാണ്, ഈ മൊഡ്യൂളിൻ്റെ പൊസിഷൻ ഇവിടെയാണ്, വേണമെങ്കിൽ സ്ക്രൂവിൻ്റെ പൊസിഷൻ അങ്ങനെയൊക്കെ വരച്ചിട്ട് ഡിഫറെൻറ്റ് മൊഡ്യൂൾസുകൾ വരച്ചിട്ട് ഈ മൊഡ്യൂള് ഈ ലൊക്കേഷനിലേക്ക് പോകണം എന്നുള്ള രീതിയിൽ ഒരു ആരോ മാർക്ക് ഇട്ട് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസംബ്ലി ഡ്രോയിങ് നമുക്കവിടെ കംപ്ലീറ്റ് ആവും. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ജസ്റ്റ് ഒരു ഫിഗർ മാത്രം വരച്ച് വെച്ചാൽ മതി, വേറെ ഒരു എക്സ്പ്ലനേഷൻ്റെയും ആവശ്യം അവിടെ നമുക്ക് വരുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ഗൈഡ് ലൈൻസ് ഫോർ ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ്റെ ഗൈഡ് ലൈൻസ് എന്താണെന്നുള്ളത് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് പ്രീവിയസ് വീഡിയോയിൽ. സോ ആ പോയിൻറ്റ്സുകൾ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് കാര്യങ്ങളായിരിക്കണം. നമ്മളതിൻ്റെ ഓഡിയൻസിനെ അറിഞ്ഞിരിക്കണം, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഡിഫറെൻറ്റ് മൊഡ്യൂൾസുകളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, നമ്മൾ ടു ദ പോയിൻ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് പോയിൻറ്റ്സുകൾ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള പോയിൻറ്റ്സുകൾ നമുക്ക് മനസ്സിലാവും. ജസ്റ്റ് പോയിൻറ്റ്സുകൾ മാത്രം മതി, വേറൊരു കാര്യങ്ങളും അതിനകത്ത് എഴുതേണ്ട ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് എ ബ്രീഫ് അബൌട്ട് ടെക്നിക്കൽ പ്രസൻറ്റേഷൻ. ടെക്നിക്കൽ പ്രസൻറ്റേഷനിലും എന്തൊക്കെയായിരിക്കും, ഈ രണ്ട് ക്വസ്റ്റ്യനും ഓൾമോസ്റ്റ് സെയിം ആണ്, അതേ കാര്യങ്ങൾ തന്നെ ഇതിലും വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് ഇൻ ഡിസൈൻ എഞ്ചിനീയറിംഗ് പ്രോസസ്സ്. സോ മാത്തമാറ്റിക്സിൻ്റെ റോൾ എന്തൊക്കെയാണ്? നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ഏതൊരു പ്രോസസ്സ് എടുത്തു കഴിഞ്ഞാലും അവിടെ ഒരു മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. സോ അതുകൊണ്ട് തന്നെ സാധാരണ ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മതി. ഒരു ലിഫ്റ്റ് മെക്കാനിസമോ അല്ലെങ്കിൽ ഒരു പുള്ളി സിസ്റ്റമോ അങ്ങനെ ഏതെങ്കിലും ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ എടുക്കുക, അതിനകത്ത് മാത്സ് ഓർ ഫിസിക്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ, ഒരു ഫിഗറും ഒരു സിമ്പിൾ എക്സ്പ്ലനേഷനും ഉണ്ടെങ്കിൽ അതിൻ്റെ ആൻസറായി. ഡിഫറെൻറ്റ് മാത്തമാറ്റിക്കൽ ടൂൾസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ PPTസിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽസുകളുണ്ട്. ആ PPTസിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കുക. വളരെ കുറച്ച് ടൂൾസുകൾ മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. ആ PPTസിനകത്ത് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിനകത്തുള്ള പോയിൻറ്റ്സുകൾ മാത്രം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ ആൻസർ ചെയ്യാവുന്നതാണ്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോട്ടോടൈപ്പ് ആൻഡ് മോഡൽസ് എന്നുള്ളതാണ്. പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഒരു വർക്കിംഗ് മോഡലായിരിക്കും, അതായത് നമുക്ക് ആവശ്യമുള്ള ഡിസൈൻ വർക്ക് ചെയ്ത് നമുക്ക് ഫീഡ്ബാക്ക് തരുന്ന ഒരു ടൈപ്പായിരിക്കും പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. പക്ഷേ മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വർക്കിംഗ് ആയിരിക്കില്ല, ഒരു മിനിയേച്ചർ. നമ്മളിപ്പോൾ ഒരു വലിയ ബിൽഡിംഗ് ഒക്കെ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ്, ഒരു ഷോപ്പിംഗ് മോളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു മോഡൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. സോ അതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ മിനിയേച്ചറൈസ്ഡ് ആയിട്ടുള്ളതോ അതുപോലെയുള്ള ഡിഫറെൻറ്റ് മോഡൽസുകൾ, അതൊരു വർക്കിംഗ് ആയിരിക്കില്ല, പക്ഷേ നമുക്കൊരു ഓവറോൾ ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മോഡൽസ് എന്ന് പറയുന്നത്. പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഇറ്റ്സ് എ വർക്കിംഗ് മോഡൽ തന്നെയായിരിക്കും. നമ്മളുടെ ആക്ച്വൽ ഡിസൈൻ എന്താണോ ആ ഡിസൈനിൻ്റെ കംപ്ലീറ്റ് വർക്കിംഗ് മോഡൽ. സോ അതൊക്കെയാണ് മൊഡ്യൂൾ 3 വരുന്ന സാമ്പിൾ ക്വസ്റ്റ്യൻസുകൾ.
അടുത്തത് മൊഡ്യൂൾ 4 ഡിസൈൻ എഞ്ചിനീയറിംഗ് കൺസെപ്റ്റാണ് നമുക്കവിടെ വരുന്നത്. ബേസിക്കലി പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ്, പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് ഒക്കെയാണ് അതിനകത്ത് വരിക. പിന്നെ അതിൽ വരുന്നത് ലൈഫ് സൈക്കിൾ ഇൻ ഡിസൈൻ അപ്രോച്ച്, അതുപോലെ തന്നെ ബയോമിമിക്രി, എസ്തെറ്റിക് ആൻഡ് എർഗണോമിക് ഇൻ ഡിസൈൻ, അതൊക്കെയാണ് നമുക്ക് വരുന്നത്. ഇതിൻ്റെയൊക്കെ പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്ന ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. റിവേഴ്സ് എഞ്ചിനീയറിംഗ്, കൺകറൻറ്റ് എഞ്ചിനീയറിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ മൊഡ്യൂൾ 4 നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ചില സാമ്പിൾ ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് ആൻഡ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് ആണ്. സോ ഞാൻ എൻ്റെ പ്രീവിയസ് PPTസിൽ ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് ഡിഫറൻസ് വരുന്നത്, പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് ആൻഡ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്. അതിൻ്റെ ഡിഫറെൻറ്റ് പോയിൻറ്റ്സുകൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെയാണ് പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗും പ്രോബ്ലം ബേസ്ഡ് ലേണിംഗും തമ്മിലുള്ള ഡിഫറൻസ്. ഈ നോട്ട്സൊക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത്രയും പോയിൻറ്റ്സുകൾ മാത്രം ആ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്താൽ മതി. ഇതിൽ കൂടുതലായിട്ട് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ കൺസെപ്റ്റ് ലൈക്ക് വാല്യൂ എഞ്ചിനീയറിംഗ്, കൺകറൻറ്റ് എഞ്ചിനീയറിംഗ് ആൻഡ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഇൻഫ്ലുവൻസ് എഞ്ചിനീയറിംഗ് ഡിസൈൻസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഈ 3 ടൈപ്പ്, വാല്യൂ എഞ്ചിനീയറിംഗ്, കൺകറൻറ്റ് എഞ്ചിനീയറിംഗ് ആൻഡ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്താണെന്നുള്ളത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതി ഈ ഒരു ക്വസ്റ്റ്യനിൽ. സോ ഈ 3 എന്താണെന്നുള്ളത് എൻ്റെ PPTസിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. സോ ഇതാണ് വാല്യൂ ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. വാല്യൂ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ കോസ്റ്റ് എന്നുള്ളതാണ്. ഈ ജസ്റ്റ് പോയിൻറ്റ്സ് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാല്യൂ ഓഫ് എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് അവിടെ വന്നിട്ടുണ്ട്. ദെൻ കൺകറൻറ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഇതാണ്, അതായത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പല ഏരിയയിലുള്ളവരുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കൺകറൻറ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുക. സോ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിസൈനിന് വേണ്ടിയിട്ട് R&D, ഡിസൈന്, പ്ലാനിങ്, മാനുഫാക്ചറിങ്, ക്വാളിറ്റി കൺട്രോൾ, മാർക്കറ്റിംഗ്, ഇതുപോലെ ഡിഫറെൻറ്റ് ബ്രാഞ്ചിലുള്ളവരുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഒരു ഡിസൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺകറൻറ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുക. ഫൈനലി റിവേഴ്സ് എഞ്ചിനീയറിംഗ്, ഇതാണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡിസൈൻ പ്രോസസ്സിൻ്റെ ഒരു റിവേഴ്സ് പ്രോസസ്സാണ്. നമ്മൾ സാധാരണ ഒരു സാധനം ഡിസൈൻ ചെയ്ത് ഫൈനലി നമ്മൾ പ്രൊഡക്റ്റിലേക്കാണ് വരിക. ഇത് നേരെ തിരിച്ചാണ്. നമ്മളുടെ കയ്യിലൊരു പ്രൊഡക്റ്റ് തരും, ആ പ്രൊഡക്റ്റ് നമ്മൾ പഠിച്ച്, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ച് അത് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഡിസൈൻ എന്താണ്, അതിൻ്റെ മറ്റ് ഫങ്ഷനിങ് എന്താണെന്നുള്ളതൊക്കെ പഠിച്ച് ഒരു പ്രൊഡക്റ്റിൽ നിന്ന് നമ്മൾ ഡിസൈനിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രൊസീജിയറാണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുക. സോ ഈ 3 പോയിൻറ്റ്സുകളാണ് ഇരിക്കണം നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ്. ഓരോ പോയിൻറ്റ്സുകളും ഓരോ മാർക്കിന് വീതം എഴുതി കഴിഞ്ഞാൽ മാത്രം മതി. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഈ ക്വസ്റ്റ്യനിൽ എഴുതുകയേ വേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് മോഡുലാർ ഡിസൈൻ. ഇതാണ് മോഡുലാർ ഡിസൈൻ എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സാധാരണ ഒരു ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ആ ഡിസൈനിനെ ഡിഫറെൻറ്റ് മൊഡ്യൂൾസുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ഓരോ മൊഡ്യൂളിനെയും സെപ്പറേറ്റ് ഡിസൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മോഡുലാർ ഡിസൈൻ എന്ന് പറയും. എന്നിട്ട് ലാസ്റ്റിൽ നമ്മൾ ഈ ഓരോ മൊഡ്യൂൾസുകളും കമ്പൈൻ ചെയ്തിട്ട് നമ്മുടെ ഫൈനൽ ഡിസൈനിലേക്ക് കൊണ്ടുവരിക. അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ മോഡുലാർ ഡിസൈൻ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അത് ആൻസർ ചെയ്യാം. ദെൻ എക്സ്പ്ലെയിൻ ദ ടേം ബയോമിമിക്രി. നമ്മൾ നേച്ചറിൽ കാണുന്ന ഏതെങ്കിലും ഒരു ഡിസൈൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷേപ്പ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫങ്ഷൻ, അതിനെ നമ്മളുടെ ഡിസൈനിലേക്ക്, ഹ്യൂമൻ മെയ്ഡ് ഡിസൈനിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് ബയോമിമിക്രി എന്ന് നമ്മൾ പറയുക. സോ അത് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട്, ഞാൻ 1-2 എക്സാമ്പിൾ ഞാൻ പ്രീവിയസ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷനായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് ലൈഫ് സൈക്കിൾ ഡിസൈൻ ഇൻ എഞ്ചിനീയറിംഗ്? ലൈഫ് സൈക്കിൾ ഡിസൈൻ എന്ന് പറയുന്നത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് മുതൽ അതിൻ്റെ ലാസ്റ്റ് ഡിസ്പോസൽ ആൻഡ് റിക്കവറി വരെ നമ്മൾ കംപ്ലീറ്റ് ഡിസൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ലൈഫ് സൈക്കിൾ ഡിസൈൻ എന്ന് പറയുക. ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് അത് യൂസേഴ്സിൻ്റെ അടുത്തെത്തി, യൂസേഴ്സിൻ്റെ അടുത്ത് നിന്ന് മെയിൻ്റനൻസും കഴിഞ്ഞ് കംപ്ലീറ്റ്ലി ലാസ്റ്റിൽ നമ്മൾ റിക്കവർ ചെയ്യുന്നത് വരെയുള്ള ഫുൾ ഡിസൈൻ പറയുന്നതിനെയാണ് നമ്മൾ ലൈഫ് സൈക്കിൾ ഡിസൈൻ എന്ന് പറയുക. അത് ഇതുപോലെ ഒരു സിംഗിൾ ഫിഗർ വെച്ചിട്ട് ജസ്റ്റ് പോയിന്റുകളായിട്ട് മാത്രം അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസറായി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് കൺസെപ്റ്റ് ഓഫ് കൺകറൻറ്റ് എഞ്ചിനീയറിംഗ് ആൻഡ് റിവേഴ്സ് എഞ്ചിനീയറിംഗ്. അതിവിടെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് അതിന് സെപ്പറേറ്റ് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എർഗണോമിക് ഡിസൈൻ? നമ്മളെല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ എർഗണോമിക് ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ചെയർ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ആ ചെയർ യൂസ് ചെയ്യുന്നത് പല റേഞ്ചിലുള്ള ആൾക്കാർ, പല ഏജ് റേഞ്ചിലുള്ള ഒരു കൊച്ചു കുട്ടികൾ മുതൽ വയസ്സന്മാർ വരെ, അതുപോലെ തന്നെ
ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, പ്രഗ്നൻറ്റ് ലേഡീസ്, അതുപോലെയുള്ള ഒരു ഹ്യൂമൻ റേസിലെ പല ഫീൽഡിലുള്ള ആൾക്കാരും ആ ഒരു ചെയർ യൂസ് ചെയ്യാം. സോ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളത് ഡിസൈൻ ചെയ്യുക വിത്ത് ബെസ്റ്റ് കംഫർട്ട്. ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ എർഗണോമിക് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. സോ ഒരു ഓഫീസ് ചെയർ ഡിസൈൻ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നമ്മളൊരു സോഫ ഡിസൈൻ ചെയ്യുക. സോ അതുപോലെ ആപ്ലിക്കേഷൻ ലെവൽ എന്താണ്, അതുപോലെ തന്നെ എല്ലാ റേഞ്ചിലുള്ള ആൾക്കാർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എർഗണോമിക് ഡിസൈൻ എന്ന് പറയുക. സോ എർഗണോമിക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അഫക്റ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്. അത് ആപ്ലിക്കേഷൻ ആവാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാവാം, അല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരാവാം. അങ്ങനെ എല്ലാ ഫാക്ടേഴ്സും നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്യുന്നതിനെയാണ് എർഗണോമിക് ഡിസൈൻ എന്ന് നമ്മൾ പറയാം. സോ അത് നമ്മൾ അതിൽ ആൻസർ ചെയ്യാം. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ടേം വാല്യൂ ഓഫ് എഞ്ചിനീയറിംഗ്. അതും ഇവിടെ ഓൾറെഡി മുമ്പത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. സോ വാല്യൂ ഓഫ് എഞ്ചിനീയറിംഗ് എന്താണെന്നുള്ളത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് ആ ഒരു ഇക്വേഷൻ നമ്മൾ അവിടെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ആൻഡ് ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് വരാം. ഇതിൽ മെയിൻലി നമുക്ക് എക്കണോമിക്സ് ആൻഡ് എൻവയോൺമെൻറ്റ് ഇൻ ഡിസൈൻ എഞ്ചിനീയറിംഗ് ആണ് നമ്മളവിടെ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുക. സോ അതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇത്. ഷോ ഹൗ ഡിസൈൻ ആർ വേരിഫൈഡ് ബേസ്ഡ് ഓൺ ദ ആസ്പെക്ട് ഓഫ് പ്രൊഡക്ഷൻ മെത്തേഡ്, ലൈഫ് സ്പാൻ, റിലയബിലിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ലൈഫ് സ്പാൻ, റിലയബിലിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്, ഈ 3 ഫാക്ടേഴ്സും എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ എങ്ങനെയാണ് എന്നുള്ളത്, അതിൻ്റെ ഡെവലപ്മെൻറ്റ് തൊട്ട് ലാസ്റ്റ് വരെയുള്ളതിൻ്റെ ഫുൾ സ്റ്റെപ്സ് ഡിസൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ ലൈഫ് സ്പാൻ ഡിസൈൻ എന്ന് പറയുക. റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം റിലയബിളാണ് നമ്മൾ ചെയ്യുന്ന ഡിസൈൻ എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് ഫോക്കസ് ചെയ്യേണ്ടത്. ആൻഡ് എൻവയോൺമെൻറ്റിൻ്റെ കേസിൽ നമ്മളുടെ ഡിസൈന് എൻവയോൺമെൻറ്റിനെ മറ്റ് രീതിയിലൊന്നും ബാധിക്കാത്ത രീതിയിൽ വേണം ഡിസൈൻ. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സുകൾ, അതിൻ്റെ റോ മെറ്റീരിയൽസുകൾ, അതിൻ്റെ പ്രൊസീജിയേഴ്സുകൾ, അതൊന്നും മോശമായിട്ട് ബാധിക്കാത്ത വിധത്തിലായിരിക്കണം നമ്മളുടെ ഡിസൈൻ വരേണ്ടത്. ഇങ്ങനെയുള്ള പോയിൻറ്റ്സുകളായിരിക്കണം ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഹൗ എക്കണോമിക്സ് ഇൻഫ്ലുവൻസ് ദ എഞ്ചിനീയർ. എക്കണോമിക്സ് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഏതൊരു ക്ലയൻസിനും മിനിമം എക്സ്പെൻസിലായിരിക്കണം നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. സോ നമ്മളത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അവർക്ക് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. സോ എവിടെയൊക്കെയാണ് നമ്മൾ എക്സ്പെൻസുകൾ മാനേജ് ചെയ്യേണ്ടത്, എക്സ്ട്രാ എക്സ്പെൻസ് വരാതെ നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആൻസർ ചെയ്യേണ്ടത്. അടുത്തത്, എക്സ്പ്ലെയിൻ ദ ടേം ഡിസൈൻ ഫോർ മാനുഫാക്ചറിങ്ങിനകത്ത് ബേസിക്കലി 6 സ്റ്റെപ്സ് ആണ് വരുന്നത്. ഈ 6 സ്റ്റെപ്സുകൾ മാത്രം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വെൻ ഡിസൈൻ ഫോർ യൂസ്. സോ ഡിസൈൻ ഫോർ യൂസിനകത്ത് നമുക്ക് മെയിൻലി ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് റിലയബിലിറ്റി, സെക്കൻഡ് മെയിൻറ്റെയിനബിലിറ്റി, ദെൻ environmental issues and design, and environment life cycle assessment. ഇത്രയും പോയിൻറ്റ്സുകളാണ് നമുക്ക് ഡിസൈൻ ഫോർ യൂസിനകത്ത് നമ്മൾ എഴുതേണ്ടത്. ഓരോ പോയിൻറ്റ്സിനും 1-2 സെൻറ്റൻസിൽ നമുക്ക് അത് എഴുതി കംപ്ലീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരുപാട് ടൈം അതിന് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ഫിഫ്ത്ത്, ഡിസ്കസ് അബൌട്ട് എൻവയോൺമെൻറ്റൽ ലൈഫ് സൈക്കിൾ അസസ്മെൻറ്റ്. സോ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനകത്തുള്ള സെയിം പോയിൻ്റാണ് എൻവയോൺമെൻറ്റ് ലൈഫ് സൈക്കിൾ അസസ്മെൻറ്റ്. അതിൽ നമുക്ക് ആവശ്യമുള്ള പോയിൻറ്റ്സുകളാണ് ഇതിൽ തന്നിട്ടുള്ളത്. ഈ പോയിൻറ്റ്സ് ജസ്റ്റ് എഴുതി വെച്ചാൽ മാത്രം മതി. അതിലുള്ള 3 എസെൻഷ്യൽ സ്റ്റെപ്സുകളാണിത്. ഈ 3 സ്റ്റെപ്പുകൾ മാത്രം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ദെൻ വാട്ട് ഈസ് ഡിസൈൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഇതാണ്. വാട്ട് ഈസ് ഡിസൈൻ റൈറ്റ്സ്? സോ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സാധനത്തിൻ്റെ മുകളിൽ നമുക്കുള്ള റൈറ്റ്സ് ഉണ്ട്. ആ റൈറ്റ്സ് എന്താണെന്നുള്ളതാണ് ആ ഒരു ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. സോ ബേസിക്കായിട്ട് എന്താണ് ഡിസൈൻ റൈറ്റ്സ് എന്നുള്ളതിൻ്റെ ഈ ഒരു സെൻറ്റൻസ് മാത്രം നമുക്കതിനകത്ത് മതിയായിരിക്കും. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്സ് ഇൻ എഞ്ചിനീയറിംഗ് ഡിസൈൻ. എത്തിക്സ് എന്താണെന്നുള്ളത് മെയിനായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സാധാരണ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്തിരിക്കേണ്ട ബേസിക് എത്തിക്സ് സ്റ്റെപ്സുകളാണ് നമുക്കതിൽ വേണ്ടത്. എന്തൊരു സാധനം ഡിസൈൻ ചെയ്യുമ്പോഴും സപ്പോസ് നമ്മൾ മറ്റുള്ളവരുടെ വർക്കുകൾ നമ്മൾ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ അവർക്ക് കൊടുക്കേണ്ട മിനിമം സൈറ്റേഷൻസുകൾ നമ്മൾ ചെയ്യുക. അങ്ങനെയുള്ള ബേസിക് എത്തിക്സ് ഇൻ ഡിസൈൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ജസ്റ്റ് പറയേണ്ടത്. അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതേണ്ട, വളരെ മിനിമം പോയിൻറ്റ്സ് ആയിട്ട് എഴുതുക.
ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 5 വരുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടോ ഒരുപാട് ടൈമോ ഒരു ക്വസ്റ്റ്യൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്യാൻ പാടില്ല. 30 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എന്തെങ്കിലും മാർക്ക് നിങ്ങൾക്ക് കിട്ടും. സോ വലിച്ചു വാരി എഴുതി സമയം കളയാതിരിക്കുക. കഴിയുന്നതും അവസാനത്തെ ഒരു ഹാഫ് ആൻ അവർ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എക്സാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാനതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇനി ഞാൻ വേറെ എന്തെങ്കിലും ടോപ്പിക്സിലോ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.